ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. ഇനി അധിക നേരം നമുക്ക് പറഞ്ഞിരിക്കാനും കേട്ടിരിക്കാനും കണ്ടിരിക്കാനും സമയമില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെയാണ് ഓർമ്മയുടെ ടെക്നിക്ക് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും മണിമലാസ് ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അറിവുകൾ നിങ്ങളെ തേടി വരുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കുമുള്ള പരാതി ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഒന്നും ഓർമ്മിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നതാണ്. സത്യത്തിൽ വാട്ട് ഈസ് ദ മെമ്മറി എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എന്താണ്? ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സാധനം നമ്മൾക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ എടുത്തു കൊടുക്കാൻ കഴിയുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർമ്മിച്ചു വെച്ച സംഗതിയെ എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് മറവി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നു. ഇത് നമ്മുടെ ജീവിതചര്യയായി മാറിയത് കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മെമ്മറി എന്ന് പറയുന്നത്, ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതചര്യയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഓർമ്മ. നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥി ജീവിതത്തെ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നത് നിങ്ങളുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഓർമ്മ എന്ന് പറയുന്നത് 3-4 തരത്തിൽ നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, മിഡ് ടേം മെമ്മറി, അതുപോലെ തന്നെ ലോങ് ടേം മെമ്മറി. അഥവാ ഹ്രസ്വമായി ആലോചിക്കേണ്ടത്, ചെറിയ സന്ദർഭങ്ങൾക്ക് വേണ്ടി ഓർമ്മിച്ചു വെക്കേണ്ടത്, ഒരു മിഡ് ടേം കാലയളവിൽ ഓർമ്മിച്ചു വെക്കേണ്ടത്. ലോങ് ടേം മെമ്മറി അഥവാ പഠനം പോലത്തത് കുറേ കാലത്തേക്ക് ഓർമ്മിച്ചു വെക്കേണ്ട സംഗതികളാണ്. ഇങ്ങനെ വ്യത്യസ്തമായ മെമ്മറികൾ നമ്മുടെ തലച്ചോറിനെയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഓർമ്മ സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അല്പം അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഓർമ്മിച്ച് വെച്ച സംഗതികളെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമായും വാരി വലിച്ചിട്ടതിന് പകരം അടുക്കും ചിട്ടയോടുകൂടെയുമുള്ള ഒരു പഠന രീതി ഇനി അവലംബിക്കൽ നിർബന്ധമായിട്ടുണ്ട്. കാരണം നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. വൃത്തിയും കൃത്യതയും ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നു തന്നെ ചെക്ക് ചെയ്യണം. ഈ വീഡിയോ കണ്ട ഉടനെ അതിനെക്കുറിച്ചൊരു ആലോചന നടത്തുക. ഞാൻ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇന്ന് തന്നെ ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ, സ്കൂളിൽ, പഠനമുറികളിൽ, അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ തുടങ്ങി എല്ലാ മേഖലകളിലും കൃത്യമായ ഒരു ചിട്ട ഇനിയും വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ തലയിൽ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്ന ചിന്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടാവണം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ തലച്ചോറിന് വൃത്തിയും കൃത്യതയും ഇഷ്ടമാണ്. അത് മാത്രമാണ് ഇഷ്ടം. വാരി വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് അവിടെവിടങ്ങളിലായി ചിതറിക്കിടക്കുമെന്നല്ലാതെ എപ്പോഴെങ്കിലും ആവശ്യത്തിന് വേണ്ടി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ചിന്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടാവണം. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പല സയന്റിസ്റ്റുകളും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരൊറ്റ വാക്ക് അതിങ്ങനെയാണ്, ഫ്രോൾ. FROL, ഫ്രോൾ. ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക. ട്രോൾ എന്നൊക്കെ നമ്മൾ നിരന്തരം പറയുന്ന വാക്കാണ്. ഇത് ഫ്രോൾ എന്ന് ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ലെറ്റേഴ്സിനും വ്യത്യസ്തമായ ഡെഫിനിഷൻ ഉണ്ട്. അതിങ്ങനെയാണ്. F എന്നത് ഫസ്റ്റ് സ്റ്റഡി എന്നാണ് പറയുക. അഥവാ ആദ്യം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ അന്ന് 1-ാം ക്ലാസ്സിൽ പഠിച്ച തിങ്കളും താരങ്ങളും എന്ന് പറയുന്ന ആ പാട്ട് പാടുമ്പോഴേക്കും അച്ഛനമ്മമാരിലൊക്കെ ഓർമ്മയിലെത്തുന്നത് അത് ആദ്യം പഠിച്ചു വെച്ച പദ്യമായതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് പഠിച്ചതൊന്നും എത്രത്തോളം ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ആദ്യം പഠിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്നതുകൊണ്ട് കുറെ ആദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം. 1 മണിക്കൂറിന് 2 ഭാഗമാക്കുന്നു, 30 മിനിറ്റും 30 മിനിറ്റും. അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ 30 മിനിറ്റിന്റെ തുടക്കമാണ്. രണ്ടാമത്തത് അടുത്ത 30 മിനിറ്റിന്റെ തുടക്കമാണ്. അങ്ങനെ 2 തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ 2 സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ 2 തുടക്കം ഉണ്ടാവുകയും വളരെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമത്തത് റിവ്യൂ സ്റ്റഡി എന്നാണ്. അത് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിർബന്ധമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏതെങ്കിലും ഘട്ടത്തിൽ മാത്രം റിവ്യൂ ചെയ്ത് പഠിക്കുക എന്നതല്ല, മറിച്ച് പഠിച്ച പാഠഭാഗങ്ങളെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടി ലോങ് ടേം മെമ്മറിയിലേക്ക് സൂക്ഷിക്കുമ്പോൾ തന്നെ കാലാന്തരങ്ങൾക്ക് അതീതമായി മാറ്റങ്ങൾ വരികയും കൃത്യമായ ഇടവേളകളിൽ അതിനെ റിഫ്രഷ്മെന്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല എങ്കിൽ കൃത്യമായ മറവി സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിനെ ഒന്നുകൂടെ തട്ടിക്കുടഞ്ഞ് എടുക്കേണ്ടതുണ്ട്. എങ്കിലേ ഓർമ്മയിൽ അത് സൂക്ഷ്മമായി നിലനിൽക്കുകയുള്ളൂ എന്ന് എൻ്റെ വിദ്യാർത്ഥികൾ ഓർമ്മിക്കണം. മൂന്നാമത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റഡി എന്നാണ്. അനിതര സാധാരണമായി പഠിക്കുക. വ്യത്യസ്തമായി സാധാരണഗതിയിൽ പറയാറുണ്ട്, യുവരാജ് സിംഗ് 6 ബോൾസിൽ 6 വാങ്ങിയിരുന്ന ഒരു
ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അത് കുട്ടികളുടെ മനസ്സിൽ വല്ലാതെ ഓർമ്മിക്കാറുണ്ട്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായി പഠിക്കുക, ചുമരിന്റെ മേലെ എഴുതി വെക്കുക, അതുപോലെ തന്നെ ഉറങ്ങാൻ സമയത്ത് ചുമരിന്റെ മേലെ പ്രത്യേകമായി മാറ്റി എഴുതുക, അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഇടപഴകുന്ന സ്ഥലങ്ങളിൽ എഴുതി ഒട്ടിക്കുക, പഠിക്കുന്ന ടേബിളിന്റെ മുന്നിൽ എഴുതി ഒട്ടിക്കുക, കീശയിൽ ഏതെങ്കിലും ഒരു നോട്ട്സ് എഴുതി വെച്ചതിന് ശേഷം അത് കീശയിൽ സൂക്ഷിക്കുക, എന്നിട്ട് യാത്രയിൽ നോക്കുക, വാട്സപ്പിലും മറ്റും നോക്കുമ്പോൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പഠിക്കാനുള്ള സാഹചര്യവും സന്ദർഭങ്ങളും സൃഷ്ടിച്ചാൽ ഇത് ഓർമ്മയിൽ നിരന്തരം ഉണ്ടാവുകയും ഇത് മറവിയില്ലാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ചില അധ്യാപകരൊക്കെ കാണാതെയാണ് പാഠഭാഗങ്ങൾ എടുത്തു തരുന്നത്. ഇതിങ്ങനെയാണ്, നിരന്തരം എടുത്തതുകൊണ്ടും നിരന്തരം പഠിപ്പിച്ചത് കൊണ്ടും അവരുടെ ഓർമ്മയിൽ ഇത് സൂക്ഷ്മമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അവർക്കതിന് സാധ്യമാകുന്നത്. നാലാമത്തത് ലിങ്ക് സ്റ്റഡി എന്നാണ്. പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കാറുണ്ട്. പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. എനിക്ക് ഓർമ്മയുണ്ട്, ഹിസ്റ്ററിയുടെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ രാസാമസാസൈ എന്നായിരുന്നു. രാഷ്ട്രീയ കാരണം, സാമ്പത്തിക കാരണം, രാഷ്ട്രീയ കാരണം, സാമൂഹിക കാരണം, സൈദ്ധാന്തിക കാരണം, ഇങ്ങനെ വളരെ ഹ്രസ്വമായി ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ കഴിയുന്നത്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനത്തെ ലാസ്റ്റ് സ്റ്റഡിയാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു റിവിഷൻ നടത്തുന്നു, ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുന്നു, എഴുതി വെച്ചതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നു. ഇങ്ങനെ കൃത്യമായി ഈ ഫ്രോൾ എന്ന് പറയുന്ന സിസ്റ്റത്തെ നിങ്ങൾ പിന്തുടർന്നാൽ ഓർമ്മയിൽ നിന്ന് ഒരു കാലത്തും മറന്നുപോവില്ലെന്ന് മാത്രമല്ല, ഇത് നമുക്ക് എപ്പോൾ ചോദിച്ചാലും ആരുടെ മുമ്പിലും അവതരിപ്പിക്കാനും പരീക്ഷ വരുമ്പോൾ വെപ്രാളപ്പെട്ട് എഴുതേണ്ടി വരുന്ന ഗതികേടും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ സൂത്രവാക്യം ഓർമ്മിച്ചു വെച്ച് നിങ്ങളുടെ ഓർമ്മയെ ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്നേഹ കൂട്ടുകാരെ, നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവ് മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന പുതിയ അറിവുകളുമായി നമ്മൾ വീണ്ടും കാണും. സ്നേഹപൂർവ്വം ജാഫർ.